ഇന്ത്യൻ പാസ്പോർട്ട് കൂടുതൽ ശക്തമായി. ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ്. എന്താണ് ഇങ്ങനെ ഒരു പാസ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, പാസ്പോർട്ട് എന്നത് വിലപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് മാത്രമല്ല, പുതിയ ചക്രവാളങ്ങൾ തേടുവാനുള്ള നമ്മുടെ എല്ലാം ഒരു ടിക്കറ്റ് കൂടിയാണ്. ഒരു പാസ്പോർട്ട് അത് എത്രമാത്രം പവർഫുൾ ആകുന്നോ അത്രമാത്രം എളുപ്പമാണ് നമുക്ക് അതിർത്തികൾ താണ്ടുവാൻ എന്ന് അർത്ഥം. പാസ്പോർട്ടുകൾക്ക് ഇങ്ങനെ റാങ്കിങ് കൊടുക്കുന്ന ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സിൻ്റെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ഗ്ലോബൽ റാങ്കിങ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ റാങ്കിങ്ങിൽ ഇന്ത്യൻ പാസ്പോർട്ടാണ് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും വലിയ ചലനം ഉണ്ടാക്കിയത്. 8 സ്പോട്ടുകൾ ചാടിക്കടന്ന ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഇപ്പോഴത്തെ റാങ്കിങ് 77 ആണ്. അമേരിക്കൻ പാസ്പോർട്ട് ഇത്ര കാലം ഉണ്ടായിരുന്നതിനേക്കാൾ മോശം റാങ്കിങ്ങിലേക്ക് പോയപ്പോൾ സിംഗപ്പൂർ പാസ്പോർട്ട് അവരുടെ 1-ാം സ്ഥാനം നിലനിർത്തി. എങ്ങനെയാണ് പാസ്പോർട്ടുകൾ ശക്തമാകുന്നത്? എന്താണ് അവർക്ക് കൊടുക്കുന്ന റാങ്കിങ് മാനദണ്ഡങ്ങൾ? ഈ വീഡിയോയിൽ നമ്മൾ അതെല്ലാമാണ് പരിശോധിക്കുന്നത്. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. കഴിഞ്ഞ 20 വർഷത്തോളമായി ലോകത്തെ ഏറ്റവും മൗലികവും ആധികാരികവുമായ പാസ്പോർട്ട് ഇൻഡെക്സ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഈ ഇൻഡെക്സും അതിൻ്റെ ഉള്ളടക്കവുമെല്ലാം ഇൻ്റർനാഷണൽ എയർ ട്രാവൽ അതോറിറ്റി അയാട്ട കൊടുക്കുന്ന ഡാറ്റയെ അധികരിച്ച് തയ്യാറാക്കുന്നതാണ്. ഓപ്പൺ സോഴ്സ് ഓൺലൈൻ ഡേറ്റയിലൂടെയും വിപുലമായ ഇൻഹൗസ് റിസർച്ചിലൂടെയും അവർ ഇതിനെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുകയും വിവരങ്ങൾ കൂടുതൽ ക്രമാനുഗതമാക്കുകയും ചെയ്യുന്നു. ഈ ഇൻഡെക്സിന് 199 പാസ്പോർട്ടുകളും 227 വ്യത്യസ്തങ്ങളായ ട്രാവൽ ഡെസ്റ്റിനേഷൻസുമുണ്ട്. അതാണ് ഇതിന് ആധാരം. ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലോകത്തുള്ള ആകെമൊത്തം രാജ്യങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. അയാട്ട കൊടുക്കുന്ന അവർക്ക് മാത്രം ലഭ്യമാകുന്ന വിവരങ്ങളാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് തയ്യാറാക്കുന്നതിൻ്റെ ആധാരം. ഓരോ രാജ്യങ്ങളുടെയും വിസ നയങ്ങളിൽ ഉണ്ടാകുന്ന കോൺസ്റ്റന്റ് അപ്ഡേറ്റ്സ് കാരണം അയാട്ട കൊടുക്കുന്ന വിവരങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനൊപ്പം 199 പാസ്പോർട്ടുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിസ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സിൻ്റെ റിസർച്ച് ടീം 227 ട്രാവൽ ഡെസ്റ്റിനേഷൻസുമായി ഓരോ പാസ്പോർട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഈ ഒരു റിസർച്ച് എല്ലാ വർഷവും നടക്കുന്ന ഒരു ഓൺ ഗോയിങ് പ്രോസസ് പോലെയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ്? എങ്ങനെയാണ് പാസ്പോർട്ടുകളെ റാങ്ക് ചെയ്യുന്നത്? നിങ്ങളുടെ പാസ്പോർട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ 227 ഡെസ്റ്റിനേഷൻസിലേക്ക് എങ്ങനെയാണ് ബാധകമാകുക എന്നതിനാണ് മുൻതൂക്കം. ഒന്നാമത്തെ കാര്യം, വിസ ഫ്രീ. ഈ ഡെസ്റ്റിനേഷൻസിലേക്ക് പോകുവാൻ നിങ്ങൾക്കൊരു വിസ ആവശ്യമേ ഇല്ല. രണ്ടാമത്തേത് ETA, ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റി. ഈ ഡെസ്റ്റിനേഷനുകളിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്കൊരു വിസ ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ അവിടെ എത്തുന്നതിന് മുൻപ് ഒരു ഡിജിറ്റൽ ETA, ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം. മൂന്നാമത്തേത് VOA അഥവാ വിസ ഓൺ അറൈവലാണ്. നിങ്ങൾക്ക് അവിടെ ഒരു വിസ ആവശ്യമാണ്, പക്ഷേ പുറപ്പെടുന്നതിന് മുൻപ് അങ്ങനെയൊന്നും ആവശ്യമില്ല. ആ ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ അവിടെ നിങ്ങൾക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് വാങ്ങുവാൻ പറ്റും. നാലാമത്തേത് വിസയാണ്. നിങ്ങൾക്ക് അവിടെ ഒരു വിസ ആവശ്യമാണ്. ഇത് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അപ്രൂവൽ വാങ്ങണം. എന്നാൽ നിങ്ങൾക്കത് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് ഇലക്ട്രോണിക് വിസ എന്ന രീതിയിൽ വാങ്ങുവാൻ പറ്റും. അഞ്ചാമത്തേത്, ഈ ഡെസ്റ്റിനേഷനുകളിലേക്ക് നിങ്ങൾക്കൊരു ട്രഡീഷണൽ വിസ വേണം. അത് നിങ്ങൾ ഇൻ പേഴ്സൺ അപ്ലൈ ചെയ്തിരിക്കുകയും വേണം. ഇതിലേക്ക് എത്ര ഡെസ്റ്റിനേഷനുകളിലേക്കാണ് വിസ ഫ്രീ എന്ന രീതിയിലാണ് സ്കോർ കണക്കാക്കുന്നത്. മറ്റൊന്ന് വിസ ലിസ്റ്റ്. എത്ര ഡെസ്റ്റിനേഷനുകളിലേക്ക് വിസ ഫ്രീ, എത്ര ഡെസ്റ്റിനേഷനുകളിലേക്ക് വിസ ആവശ്യമുണ്ട് എന്ന കണക്കിൽ ഒരു വിസ ലിസ്റ്റും തയ്യാറാക്കുന്നു. ഒരു പാസ്പോർട്ടിന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വിസ ഫ്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ ആണെങ്കിൽ, അതുമല്ലെങ്കിൽ ETA ആണെങ്കിൽ 1 മാർക്കും, ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ആ പാസ്പോർട്ടിന് വിസ വേണമെങ്കിൽ 0 മാർക്ക്. അപ്പോൾ ഏത് രാജ്യത്തിലേക്കും വിസ ഇല്ലാതെ പ്രവേശിക്കുവാൻ കഴിയുന്നത് എത്രമാത്രം എളുപ്പമാണ്. അതേപോലെ അങ്ങനെ എത്ര രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാനാകുന്നു എന്നതാണ് ഒരു പാസ്പോർട്ടിനെ ശക്തമാക്കുന്നത്. ഇനി ഇങ്ങനെ റാങ്കിങ് നടത്തിയപ്പോൾ സിംഗപ്പൂർ പാസ്പോർട്ടാണ് ഒന്നാമതെത്തിയത്. 193 വിസ ഫ്രീ ഡെസ്റ്റിനേഷൻസ് ആണ് ഈ പാസ്പോർട്ടിനുള്ളത്. അതായത് സിംഗപ്പൂർ പാസ്പോർട്ടുള്ള ഒരു വ്യക്തിക്ക് 193 ഡെസ്റ്റിനേഷനുകളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യുവാൻ സാധിക്കും.
സിംഗപ്പൂർ പൗരന്മാരല്ലാത്തവർക്ക് സിംഗപ്പൂർ പാസ്പോർട്ട് കിട്ടുക അത്ര എളുപ്പമല്ല. 2 വർഷത്തെ റെസിഡൻസി, രാജ്യത്തിലേക്കുള്ള ഇക്കണോമിക് കോൺട്രിബ്യൂഷൻസ്, കമ്പൽസറി നാഷണൽ സർവീസ് ഒക്കെ ഉണ്ടെങ്കിലേ ഒരാൾക്ക് സിംഗപ്പൂർ പൗരനാകാൻ കഴിയും. രണ്ടാമത് വരുന്നത് ജപ്പാനും സൗത്ത് കൊറിയയുമാണ്. 190 വിസ ഫ്രീ ഡെസ്റ്റിനേഷൻസ് ആണ് ഈ പാസ്പോർട്ടുകൾക്ക് ഉള്ളത്. മൂന്നാമത് 189 വിസ ഫ്രീ ഡെസ്റ്റിനേഷൻസുമായി 7 രാജ്യങ്ങളുണ്ട്. ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഫ്രാൻസ്, അയർലൻഡ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ. ഇത്രയും രാജ്യങ്ങളുടെ പാസ്പോർട്ട് 3ാമിടത്താണ് ഉള്ളത്. 2014 1ാം സ്ഥാനത്തുണ്ടായിരുന്ന അമേരിക്കയുടെ പാസ്പോർട്ട് ഇപ്പോൾ 10ാം സ്ഥാനത്താണ്. 182 വിസ ഫ്രീ ഡെസ്റ്റിനേഷൻസ് ആണ് അമേരിക്കയ്ക്കുള്ളത്. ഹെൻലി ഇൻഡെക്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലാണ് അമേരിക്കൻ പാസ്പോർട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 33 രാജ്യങ്ങളാണ് ഈ ലിസ്റ്റിൽ അമേരിക്കയെ പിന്തള്ളി മുൻപിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ പാസ്പോർട്ട് ഈ വർഷം 8 പടികൾ ഓടിക്കയറി കഴിഞ്ഞ വർഷത്തെ 85ാം റാങ്കിൽ നിന്നും 77 എന്ന സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 59 വിസ ഫ്രീ ഡെസ്റ്റിനേഷൻസ് ആണ് ഇന്ത്യൻ പാസ്പോർട്ടിലുള്ളത്. അതായത് ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരാൾക്ക് 59 രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് വിസ ആവശ്യമില്ല, അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ സ്റ്റേറ്റസ് ആണ്. മലേഷ്യ, ഇന്തോനേഷ്യ, ഭൂട്ടാൻ, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്, മാൽഡീവ്സ്, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിസ ആവശ്യമില്ലെങ്കിൽ ശ്രീലങ്ക, മ്യാൻമാർ പോലെയുള്ള കുറേ അധികം രാജ്യങ്ങളിലേക്ക് വിസ ഓൺ അറൈവലുമാണ് ഉള്ളത്. ഈ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഏറ്റവും ഒടുക്കം വരുന്ന 3 രാജ്യങ്ങൾ 97, 98, 99 സ്ഥാനങ്ങളിലുള്ളത് യഥാക്രമം ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ. ഈ 3 രാജ്യങ്ങളാണ്. ഏറ്റവും ഒടുക്കം വരുന്ന അഫ്ഗാനിസ്ഥാൻ്റെ പാസ്പോർട്ടിന് 25 ഡെസ്റ്റിനേഷനുകളിലേക്ക് മാത്രമാണ് വിസ ഫ്രീ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ ഉള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ പാസ്പോർട്ട് വെറും ഒരു സർക്കാർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് മാത്രമല്ല, അത് യാത്ര ചെയ്യുവാൻ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന, കൂടുതൽ മൊബിലിറ്റി നൽകുന്ന, കൂടുതൽ സാമ്പത്തിക അവസരങ്ങൾ നൽകുന്ന, ഇതിനും എല്ലാം അപ്പുറം നമുക്ക് നൽകുന്ന ഒരു പേഴ്സണൽ സെക്യൂരിറ്റി കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.